ഹായ്. ക്രിസ്മസിന് സ്പെഷ്യൽ റെസിപ്പീസ് എന്താണെങ്കിലും വേണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഡക്ക് റോസ്റ്റും വെജിറ്റബിൾ സ്റ്റൂവും നല്ല പൂ പോലത്തെ പാലപ്പവും. അപ്പോൾ ഇന്ന് ഡക്ക് റോസ്റ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഡക്ക് റോസ്റ്റിന് ഞാനിവിടെ ഒരു ഡക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഡ്രസ്സ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഒരു 600-700 ഗ്രാംസ് വരുന്ന പീസുകളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാൻ ആദ്യം നമുക്ക് കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. കുരുമുളക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിക്കേണ്ട, ഒരു കോഴ്സ് പൗഡറായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ടൊന്ന് ചതയ്ക്കാം. ഒരു 3 പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് എടുക്കാം. വെളുത്തുള്ളി 15-20 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇപ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വെച്ച് ഡക്കിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് ചെയ്യാം. ഡക്ക് വേവിക്കാൻ ഡക്കിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്, കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡക്കയില നമ്മളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് പ്രഷർ കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. ഡക്ക് വേവുന്ന സമയത്തിന് നമുക്ക് ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തത് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോള നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് റോസ്റ്റായിട്ട് വരണം. കാഷ്യൂ നട്ടും നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് ഇതൊരു 1.5 സവോളയുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം 1.5 തക്കാളി, ഈ തക്കാളി നല്ല വെന്തുടയുന്നിടം വരെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയുടെ കാഷ്യൂ നട്ടിൻ്റെയും കൂടെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഡക്കും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കണം. ഡക്ക് നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ സ്റ്റോക്കൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഗ്രേവിയിൽ മതി എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ കുറുകിയിട്ടാണെങ്കിൽ നമുക്ക് വാങ്ങാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഈ പരുവത്തിൽ ഏതായാലും വാങ്ങുകയാണ്. അപ്പോൾ നമുക്കിതിനി ഇത് സെർവ് ചെയ്യാം.